കൊല്ലം ചവറയിൽ കൊല മുത്തശ്ശിയെ ചെറുമകൻ കഴുത്തറുത്ത് കൊലപ്പെടുത്തി. സുലേഖ ബീവിയാണ് കൊല്ലപ്പെട്ടത്. ചെറുമകൻ ഷഹനാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. രാഹുൽ ജി നാഥ് ചേർന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രാഹുൽ, ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ്. അതിക്രൂരമായ ഒരു കൊലപാതകം. എന്തിനാണ് ഈ ചെറുമകൻ ഈ മുത്തശ്ശിയെ കൊലപ്പെടുത്തിയത്? ഇപ്പോൾ കാര്യങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തത വരികയാണ്. ആദ്യഘട്ടത്തിൽ പ്രാഥമികമായ വിവരങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ഇപ്പോൾ കാരണത്തിന് വ്യക്തത ഉണ്ടാകുന്നു. കാരണം പ്രതി ഷഹനാസ് ലഹരിക്ക് അടിമയായിരുന്നു. ഈ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് മുൻപ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഡി അഡിക്ഷൻ സെന്ററിൽ ഉൾപ്പെടെ ചികിത്സ തേടിയിട്ടുള്ള ആളാണ് ഷഹനാസ്. ഇപ്പോൾ ഈ പ്രതിയെ കസ്റ്റഡിയിലെടുക്കാൻ തന്നെ പോലീസ് വളരെ പ്രയാസപ്പെട്ടു. കാരണം അക്രമാസക്തനായിരുന്നു. ലഹരി ഉപയോഗിച്ച ശേഷമാണ് നടത്തിയതെന്ന സൂചനയാണ് നിലവിലുള്ളത്. ഈ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്ന ആളാണെന്ന് പോലീസിനോട് പറഞ്ഞു എന്ന വിവരമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പങ്കുവയ്ക്കാനുള്ളത്. അതായത് ലഹരി വാങ്ങാനായി പലതവണ ഷഹനാസ് പണം ചോദിച്ചിരുന്നു. അപ്പോൾ പലപ്പോഴും ഇത് പറഞ്ഞ് വീട്ടിൽ പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ ഈ ഘട്ടത്തിൽ അമ്മ കൂടി ഇല്ലായിരുന്ന സമയത്ത് മുത്തശ്ശിയോട് പണം ചോദിക്കുകയും അങ്ങനെ തരാത്ത ഘട്ടത്തിൽ ഇതൊരു പ്രകോപനമായി മാറി എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏറ്റവും പ്രധാനമായി ഈ കഴുത്തറുത്ത് കൊന്നു എന്നുള്ള സൂചനയാണ് നിലവിൽ ലഭിക്കുന്നത്. അതിൽ സ്ഥിരീകരണം വരേണ്ടതായി ഉണ്ട്. ഏറ്റവും പ്രധാനമായി മൃതദേഹം കട്ടിലിനടിയിൽ ഈ പുതപ്പ് മൂടിയ നിലയിലാണ് കണ്ടെത്തിയത്. അതായത് പ്രതി കുറ്റം ചെയ്ത ശേഷം അത് മറയ്ക്കാൻ ശ്രമിച്ചു എന്നുകൂടി വ്യക്തമാവുകയാണ്. എന്നാലും പോലീസ് ഇപ്പോൾ പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിലാണ്. പക്ഷേ പ്രതി ചോദ്യം ചെയ്യലോട് സഹകരിക്കുന്നതിന് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് നിലവിൽ പറയുന്നത്. ശരി രാഹുൽ, ലഹരിക്കടിമയായ ചെറുമകനാണ് മുത്തശ്ശിയെ കഴുത്തറുത്ത് കൊന്നത്. ചവറയിലാണ് ഈ കൊല നടന്നത്. ലഹരിക്കടിമയാണ് മകൻ എന്ന തെളിവുകൾ പുറത്തു വരികയാണ്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അതാണ് രാഹുൽ ജി നാഥ് പങ്കുവച്ചത്. ലഹരിക്കടിമയാണ്. ലഹരി ഉപയോഗിക്കാനായി പണം ചോദിച്ചപ്പോൾ മുത്തശ്ശി സുലേഖ ബീവി ഇത് നൽകിയില്ല. ഇതാണ് കൊലപാതകത്തിന് കാരണമായത്. കൊലയ്ക്ക് ശേഷം മൃതദേഹം കട്ടിലിൽ പുതപ്പിട്ട് മൂടിയ നിലയിലായിരുന്നു. ഇപ്പോൾ പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പ്രതി ചോദ്യം ചെയ്യലുമായി സഹകരിക്കുന്നില്ല എന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. രാഹുൽ ജി നാഥാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.